നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ 2 സ്റ്റേജുകളായിട്ട് നടന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും ചർച്ച ചെയ്ത് വരികയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 6 തൊട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്ത വാക്ക്? അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ടേംസ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ലാൻഡ് ഡ്യൂറിംഗ് ദി മുഗൾ ഡേയ്സ്? ലാൻഡ് എന്ന് പറയുന്ന പദവുമായിട്ട് ബന്ധമില്ലാത്ത മുഗൾ സാമ്രാജ്യ കാലത്ത് ഉപയോഗിച്ചിട്ടില്ലാത്ത പദം ഏതാണെന്നാണ് നമ്മളോട് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് കരോരി, ജാഗിർ, അതുപോലെ പാരതി, ഇനാം എന്ന് പറയുന്ന 4 ടേംസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. മുഗൾ ഭരണകാലത്ത് ലാൻഡ് അഥവാ സ്ഥലം എന്ന വാക്കിന് പകരം ഇവിടെ ഉപയോഗിക്കാത്തത് ഏതാണെന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കരോരിയാണ്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞാലല്ല ഇനിയുള്ള എക്സാംസിന് പ്രയോജനപ്പെടുത്തുള്ളൂ. അതുമല്ല, നിങ്ങൾക്കറിയാം UPSC ലെവലിലെല്ലാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ് മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്നത്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ലാൻഡ് അഡ്മിനിസ്ട്രേഷനും അതുമല്ലെങ്കിൽ റവന്യൂ അഡ്മിനിസ്ട്രേഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ UPSC ലെവലിൽ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ രാജാക്കന്മാരെയൊക്കെ PSC പഠിക്കുന്നതിനപ്പുറത്തോട്ട് ഡിഗ്രി ലെവൽ KS പ്രിപ്പയർ ചെയ്യുന്നവർ ലാൻഡ് റവന്യൂ സിസ്റ്റം, ആർട്സ്, അവരുടെ തന്നെ നമ്മുടെ ആർട്സ് കൾച്ചർ വിഭാഗം ഉണ്ടല്ലോ, അവരുടെ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ലാൻഡ് റവന്യൂ സിസ്റ്റത്തിനകത്ത് റവന്യൂ സിസ്റ്റം സെപ്പറേറ്റ് പഠിക്കുക, ലാൻഡിനെ പറ്റിയിട്ടും പഠിക്കുക. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണെന്ന്. ഞാൻ ജസ്റ്റ് നോട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് വരാം. ഒന്ന്, ജാഗിർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്ഷൻ B എന്ന് പറയുന്നത്, അല്ലേ? കരോറി ലാസ്റ്റ് പറയാം. ജാഗിർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ജാഗിർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഓർക്കുകയാണെങ്കിൽ ഔറംഗസേബ്, സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഔറംഗസേബ് അദ്ദേഹത്തിനോട് സഖ്യമുണ്ടാക്കിയിരുന്ന മറാത്ത ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് ഗ്രാൻഡായിട്ട് നൽകിയിരുന്ന ഭൂവിഭാഗം അല്ലെങ്കിൽ ഭൂമിയെയാണ് എന്ത് വിളിച്ചിരുന്നത്? ജാഗിർ എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ പറയുമ്പോൾ മുഗൾ ചക്രവർത്തി നൽകിയ ഫ്യൂഡൽ ഭൂമി ഗ്രാൻഡ് ആയിരുന്നു ജാഗിർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കറക്റ്റായിട്ട് നോക്കുന്ന സമയത്ത് ഔറംഗസേബ് മറാത്ത സഖ്യന്മാർക്ക്, അദ്ദേഹവുമായിട്ട് സഖ്യമുണ്ടാക്കിയ മറാത്ത പ്രമുഖന്മാർക്ക് നൽകിയിരുന്ന ഫ്യൂഡൽ ഭൂമി ഗ്രാൻഡ്, ഭൂവിഭാഗത്തിൽപ്പെടുന്ന കുറച്ച് ലാൻഡ് ഇവർക്ക് കൊടുക്കുന്നു, ഇദ്ദേഹവുമായി സഖ്യമുണ്ടാക്കിയിരുന്ന. അപ്പോൾ അവിടെ എന്താണ്? ലാൻഡാണ് ജാഗിർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ജാഗീർദാർ സിസ്റ്റം. എന്താണ് ഈ ജാഗീർദാർ സിസ്റ്റം? ഈ കൊടുക്കുന്ന ലാൻഡ് എന്ന് പറയുന്നത് ഇവരുടെ ഫുൾ അധികാരത്തിലായിരിക്കും. ഇവർക്ക് അതിൽ നിന്നുള്ള മാക്സിമം വരുമാനമെല്ലാം എടുക്കാനുള്ള അധികാരമുണ്ട്. മറിച്ച് വിൽക്കാൻ മീൻസ് പാട്ടത്തിന് കൊടുക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമ്പ്രദായത്തിന് കീഴിൽ ഒരു എസ്റ്റേറ്റിൽ നിന്നും ഭരിക്കാനും നികുതി പിരിക്കാനുമുള്ള അധികാരം സംസ്ഥാനം അഥവാ രാജാവ് നിയമിച്ച ഒരു ഉദ്യോഗസ്ഥന് പിന്നീട് നൽകുന്നു. ഈ ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ പിന്നീട് ജാഗീർദാർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ജാഗീർദാർ സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ മുൻഗാമിയായിട്ടാണ് ജാഗിർ എന്ന് പറയുന്നത്. അത് ലാൻഡാണ്. ഇത് ഗ്രാൻഡായിട്ട് കൊടുത്തിരുന്ന ഫ്യൂഡൽ ഭൂമിയാണ് നമ്മൾ ജാഗിർ എന്ന് വിളിച്ചത്. കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഔറംഗസേബിന്റെ പേരൂടെ ഈ കൂട്ടത്തിൽ ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്ത ആളാണ് ഇനാം എന്ന് പറയുന്നത്, അല്ലെ? ഇനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കുക. ഈ പണ്ഡിതരും മതവിശ്വാസികളുമായ ആളുകൾക്ക് നൽകിയിരുന്ന സ്വത്തായിരുന്നു ഇനാം ഭൂമി എന്ന് പറയുന്നത്. അപ്പം ഇനാം എന്ന് കേൾക്കുമ്പോൾ മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പണ്ഡിതന്മാരായിട്ടുള്ള, മതം സംസാരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മുഗൾസിനിടയിൽ പണ്ഡിതരും മതവിശ്വാസികളുമായിട്ടുള്ള ആളുകൾക്ക് നൽകിയിരുന്ന ഭൂസ്വത്തിനെയാണ് നമ്മൾ ഇനാം ഭൂമി എന്ന് വിളിക്കുന്നത്. ജാഗിർ ഭൂമി പ്രഭുക്കന്മാർക്കും രാജ്ഞിമാർ ഉൾപ്പെടെയുള്ള രാജകുടുംബത്തിലെ അംഗങ്ങൾക്കും അനുവദിച്ച സമയത്ത് ഇനാം ഭൂമി ആർക്കാണ് കൊടുത്തിരുന്നത്? മതവിശ്വാസികൾക്കും പണ്ഡിതന്മാർക്കുമായിരുന്നു കൊടുത്തിരുന്നത്. നെക്സ്റ്റ് നോക്കാം. അടുത്ത നമ്മളോട് ചോദിക്കുന്നതാണ് പാരതി എന്ന് പറയുന്ന കാര്യമാണ്. എന്താണ് പാരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ഫലഭൂയിഷ്ഠത വീണ്ടെടുക്കാനായി. അപ്പം നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്തിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടും, അല്ലേ? അത് വീണ്ടെടുക്കുന്നതിനായിട്ട് തൽക്കാലത്തേക്ക് ആ ഭൂമിയെ കൃഷിയിൽ നിന്നും ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കുന്ന ഭൂമിയെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു പരതി എന്ന് പറയുന്നത്. എന്ത് വിളിക്കും? പരതി എന്ന് പറയുന്നത്. അപ്പം കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക ഈ 3 കാര്യങ്ങൾ: ജാഗിർ, ഇന, പരതി. അപ്പം നഷ്ടപ്പെട്ട ഫലഭൂയിഷ്ഠത വീണ്ടെടുക്കാനായി ഒരു പർട്ടിക്കുലർ ഭൂമിയെ താൽക്കാലികമായിട്ട് കൃഷിയിൽ നിന്ന് ഒഴിവാക്കുന്നു. ആ ഭൂവിഭാഗത്തിനെ നമ്മൾ പരതി എന്ന് വിളിക്കും. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി നമ്മുടെ ആൻസർ എന്താണ്? കരോതി എന്ന് പറയുന്ന അല്ലെങ്കിൽ കരോരി എന്ന് പറയുന്ന ആൻസർ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. എന്താണ് കരോരി? ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആള് കരോരിയാണല്ലോ. അപ്പൊ എന്താണ്? മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ കീഴിൽ രാജാ തോഡർമാളാണ്
രാജാ തോഡർമാൾ ആരായിരുന്നെന്ന് അറിയാമല്ലോ. അപ്പൊ അക്ബറിന്റെ കീഴിലായിരുന്ന രാജാ തോഡർമാളാണ് ഈ കരോരി അഥവാ ക്രോറി സിസ്റ്റം എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. അപ്പൊ കരോരി അഥവാ ക്രോറി സിസ്റ്റം ആരംഭിച്ചത് ആരാണ്? നമ്മുടെ മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ കീഴിലുള്ള രാജാ തോഡർമാൾ ആയിരുന്നു. രാജ്യത്തെ എല്ലാ പർഗാനകളും ധനകാര്യ യൂണിയനുകളും അളക്കുകയും 1 കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കുന്ന ഓരോ ഭൂമിയും ഈ കരോരി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥന്റെ കീഴിലാക്കുകയും ചെയ്തിരുന്നു. അപ്പൊ കരോരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു സ്ഥാനമായിരുന്നു. എന്താണ് ആ സ്ഥാനത്തിന്റെ പ്രത്യേകത? 1 കോടി രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഓരോ ഭൂമിയും ഈ ഒരു ഉദ്യോഗസ്ഥന്റെ കീഴിലേക്ക് ആക്കുന്നു. അങ്ങനെ പട്ടണങ്ങള്, കുന്നുകള്, മരുഭൂമികള്, കാടുകള്, നദികള്, ജലസംഭരണികൾ എന്നിവിടങ്ങളിലെ ഭൂമി അളക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫതഹത്പൂരിൽ നിന്നാണ് ഈ ഒരു അളക്കുന്നത് ആരംഭിച്ചത്. ആദ്യത്തെ ക്രോറിക് ആദംപൂർ എന്ന് പേരിട്ടു. അപ്പം എന്താണ്? ഒന്നുകൂടെ പറയാം. കരോരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന്റെ കീഴിൽ രാജാ തോഡർമാൾ സ്റ്റാർട്ട് ചെയ്തൊരു സമ്പ്രദായമായിരുന്നു. 1 കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കുന്ന ഓരോ ഭൂമിയുടെയും ഇന്ന ഉദ്യോഗസ്ഥന്റെ പേരിൽ ആ ഉദ്യോഗസ്ഥ വൃന്ദത്തിനെ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ കരോരി എന്നറിയപ്പെടുന്നത്. ഇതൊരിക്കലും ഭൂമിയുടെ പേര് ആയിരുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഒറ്റപ്പെട്ട ആൻസർ എന്ന് പറയുന്നത് കരോരിയാണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ജാഗിർ എന്താണ്, പാരതി എന്താണെന്നും ഇനാം എന്താണെന്നും നോട്ട് ചെയ്ത് പഠിക്കാം. കൂട്ടത്തിൽ തന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ മുഗൾ ഭരണകാലത്ത് ഇനി നമ്മളോട് ചോദിക്കാം, മുഗൾ ഭരണകാലത്ത് ഭൂമിയെ പ്രധാനമായിട്ടും എത്രയായിട്ട് തരംതിരിച്ചിരുന്നു? ലാൻഡിനെ പ്രധാനമായിട്ടും 4 ആയിട്ടാണ് മുഗൾ ഭരണകാലത്ത് തരംതിരിച്ചിരുന്നത്. 1 പോളജ്, 2 പരതി, ചാച്ചാറ്, ബെഞ്ചാർ എന്നിങ്ങനെ 4 വിഭാഗങ്ങളായിട്ട് മുഗൾ ഭരണകാലത്ത് ഭൂമിയെ തരംതിരിച്ചിരുന്നു. ഭൂമിയുടെ വിവിധ വിഭാഗങ്ങൾക്ക് പ്രത്യേകം, അതായത് ഇപ്പം നമ്മൾ പറയത്തില്ലേ തരിശു ഭൂമിക്ക് അതിൻ്റെതായിട്ടുള്ള വരുമാനം, അതല്ല കുറച്ച് ഫലഭൂയിഷ്ഠത കൂടിയതാണെങ്കിൽ അത്, ചതുപ്പ് ഭൂമിയാണെങ്കിൽ അത്, അങ്ങനെ ഓരോന്നിനും വിവിധ വിഭാഗത്തിലുള്ള ഭൂമിക്ക് ഓരോരോ വരുമാനം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വർഷവും തുടർച്ചയായി ഓരോ വിളകൾക്കും കൃഷി ചെയ്യുന്നതും ഒരിക്കലും തരിശായി കിടക്കാൻ അനുവദിക്കാത്തതുമായിട്ടുള്ള ഒരു ഭൂമിയെ നമ്മൾ വിളിക്കും പോളജ് എന്ന്. അപ്പോൾ ഇപ്പോൾ പോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഓരോ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വിളകൾക്കും കൃഷി ചെയ്യുന്നതും ഒരിക്കലും അവിടെ തരിശായിട്ട് കിടക്കാൻ അനുവദിക്കാത്ത ലെവലിലുള്ള ഒരു ഭൂമിയുണ്ട്. ആ ഭൂമിയെ മുഗൾ ഭരണകാലത്ത് വിളിച്ചിരുന്ന പേരാണ് പോളജ് എന്ന് പറയുന്നത്. പോലാജ് അല്ല, പോളജ് എന്ന് പറയുന്നത്. അടുത്ത പരൗട്ടി എന്ന് പറയുന്നത്, ഈ പരതി എന്ന് നമുക്ക് തന്നിരിക്കുന്ന ആ ഓപ്ഷനാണ് ഈ പരൗട്ടി എന്ന് പറയുന്നത്. അപ്പോൾ 2 രീതിയിൽ അതിന് പേരുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പാരതി അല്ലെങ്കിൽ പരതി അല്ലെങ്കിൽ പരൗട്ടി അങ്ങനെയൊക്കെ കണ്ടാലും ആൻസർ ഒന്നാണ്. അപ്പോൾ പരൗട്ടി, പാരതി, പരതി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോണം ലാൻഡിന്റെ പേരാണെന്ന്. പല പേരും നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നും. അപ്പോൾ പരൗട്ടി അല്ലവാ പാരതി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? 1-2 വർഷം ഫലഭൂയിഷ്ഠത നഷ്ടമായാൽ കുറച്ച് കാലത്തേക്ക് ആ ഭൂമി ഒരു കൃഷിയും ചെയ്യാത്തില്ലാത്തതാണ് അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും ഓർത്ത് വെച്ചേക്കാം. അതിൻ്റെ ശക്തി, ഫലഭൂയിഷ്ഠത വീണ്ടെടുക്കാൻ 1-2 വർഷം തരിശായി കിടക്കാൻ അനുവദിക്കുന്നു. അതുപോലെ ചാച്ചർ എന്ന് പറയുന്ന ഭൂമി 3-4 വർഷത്തേക്ക് കൃഷിയില്ലാതെ ഉപേക്ഷിക്കുന്നതാണ് ഈ ചാച്ചർ എന്ന് പറയുന്നത്. അപ്പം ഇത് 1-2 ആണെങ്കിൽ ചാച്ചർ എന്ന് പറയുന്നത് 3-4 വർഷത്തേക്ക് കൃഷിയില്ലാതെ. എന്നാൽ ബഞ്ചാർ ഭൂമി 5 വർഷമോ അതിൽ കൂടുതലോ തരിശായി കിടക്കേണ്ടി വരുന്ന ഭൂമിയാണെന്നൂടെ ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുമ്പം നമുക്ക് ഒത്തിരി ഏറെ ഉണ്ട്. ഇത്രയൊന്നുമല്ല, ഇതിൽ കൂടുതൽ മുഗൾ ഭരണകാലത്തുണ്ട്. ഇത് നിങ്ങൾ NCERT ഫോക്കസ് ചെയ്യുക. ഞാൻ എപ്പോഴും ഡിഗ്രി ലെവലിൽ പഠിക്കുന്നവരോട് ഇപ്പോഴും പറയുന്നു, ഒരിക്കലും നിങ്ങൾ റിലേറ്റഡ് ഫാക്ട്സ് മാത്രം നോക്കിയിട്ട് ഡിഗ്രി ലെവലിൽ പാസ്സാവാം എന്ന് പറഞ്ഞ് പോകരുത്. നിങ്ങൾ കൃത്യമായിട്ട് NCERT, SCERT പുസ്തകങ്ങൾ, +1 +2ൻ്റെ NCERT ഒന്നാണ് +1 +2, ആ പുസ്തകങ്ങൾ ഫോളോ ചെയ്യുക. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്സുകൾ ഫോളോ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഉറപ്പായിട്ടും ഡിഗ്രി ലെവൽ ഇനി മുതലുള്ളത് പാസ്സാവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെയൊക്കെ ചോദിച്ചു, ഈ പാരതിയും അല്ലെങ്കിൽ കരോരി എന്നൊക്കെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല ആൻസർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ലെവല് ഫസ്റ്റ് എക്സാമിന് ഇങ്ങനെയാണെങ്കിൽ സെക്കൻഡ് എക്സാമിന് ഒരിക്കലും നമ്മൾ ഇത് തന്നെ ചോദിക്കും എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പോകരുത്. അപ്പോൾ ഏത് മേഖലയാണെന്ന് അറിയാനും കൂടെയാണ് ഈ റിലേറ്റഡ് ഫാക്ട്സും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും തരുന്നത്. മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഒരിക്കലും ഈ ഒരു നമ്മൾ ചിന്തിക്കുന്ന ലെവലിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരൂ എന്ന് ചിന്തിക്കരുത്. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു പഠിത്തമാണ് ഇതിന് വേണ്ടത്. ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ തന്നെ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഷൂസിൽ നിന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഷുഗർ ആക്ട് അഥവാ പഞ്ചസാര നികുതി അല്ലെങ്കിൽ നിയമം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3 പീപ്പിൾ പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 10 days that shook the world ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
4 സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനകത്ത് 1-2 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, ചിലർക്കൊക്കെ ഡൗട്ട് കാണും. ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഉറപ്പായിട്ടും അറിയായിരിക്കും. ഇത് നമ്മുടെ SCRT ചാപ്റ്ററിനകത്തൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമായതുകൊണ്ട് ഇതൊക്കെ അറിയായിരിക്കും. ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ശരിയായ പ്രസ്താവന. അപ്പോൾ ഷുഗർ ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ്? ബ്രിട്ടീഷ് പാർലമെന്റ് അമേരിക്കയുടെ 13 കോളനികളിൽ ചുമത്തിയ നികുതിയായിരുന്നു പഞ്ചസാര നികുതി ആയിരുന്നല്ലോ, പഞ്ചസാര നികുതി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, US കൊളോണിയൽ ചരിത്രത്തിൽ പ്ലാന്റേഷൻ ആക്ട് അല്ലെങ്കിൽ റവന്യൂ ആക്ട് എന്നും അറിയപ്പെടുന്ന ഒന്നാണ് ഷുഗർ ആക്ട്. വർഷം 1764 US കൊളോണിയൽ ചരിത്രത്തിൽ മറ്റു പേരുകളാണ്, ഒന്ന് റവന്യൂ ആക്ട് അല്ലെങ്കിൽ പ്ലാന്റേഷൻ ആക്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഒന്നാണ് ഷുഗർ ആക്ട് എന്ന് പറയുന്നത്. ഫ്രഞ്ച്, ഡച്ച്, വെസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പഞ്ചസാരയുടെയും മൊളാസുകളുടെയും കള്ളക്കടത്ത് അവസാനിപ്പിക്കുന്നതിനായിട്ട് നടത്തിയതും, അതുപോലെ 13 കോളനികളിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ചുമത്തിയ ഈ ഒരു പഞ്ചസാര നികുതി നിർത്താനായിട്ടും കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു എന്തെന്ന് പറയുന്നത്? ഷുഗർ ആക്ട് എന്ന് പറയുന്നത്. ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? അമേരിക്കൻ വിപ്ലവവുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ അമേരിക്കൻ വിപ്ലവവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ബോസ്റ്റൺ ടീ പാർട്ടി അല്ലെ. ബോസ്റ്റൺ ടീ പാർട്ടി എന്താണ്? ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്ന രാജ്യമായിരുന്നു അമേരിക്ക എന്ന് പറയുന്നത് അല്ലെ. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ ആ ഒരു ഉയർന്ന നികുതി, തേയിലയുടെ മേൽ ഉയർന്ന നികുതി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ശക്തമായ പ്രതിഷേധം ഉയർന്ന രാജ്യമായിരുന്നു അമേരിക്കൻ കോളനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം എന്നാണ്? 1773 ഡിസംബർ 16 അല്ലെ, ഡിസംബർ 16. അതുപോലെ ഇപ്പൊ പറഞ്ഞ നമ്മുടെ പഞ്ചസാര നിയമം എന്നാണ്? 1764 കൂടെ ഓർത്തു വെച്ചേക്കാം, 1764. അപ്പൊ അമേരിക്കൻ വിപ്ലവമായിട്ട് നിങ്ങൾ ബോസ്റ്റൺ ടീ പാർട്ടി ഓർക്കുക. അതുപോലെ പഞ്ചസാര നിയമം, ടീ ആക്ട് 1773 ടീ ആക്ട് ചോദിച്ചു കഴിഞ്ഞാലും ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ സ്റ്റാമ്പ് നിയമം ഓർക്കുക, 1765 1765 സ്റ്റാമ്പ് നിയമം. അതുപോലെ ടൗൺഷിപ്പ് നിയമം 1767 ടൗൺഷിപ്പ് നിയമം. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. കൂട്ടത്തിൽ തന്നെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഓടിച്ചിട്ട് നോക്കുന്നത് നന്നായിരിക്കും. അപ്പം അമേരിക്കൻ വിപ്ലവം അങ്ങ് കഴിയുകയും ചെയ്യും. അപ്പം ഷുഗർ ആക്ടിനെ പറ്റിയിട്ടും അതിൻ്റെ വർഷത്തിനെ പറ്റിയിട്ടും ഓർത്ത് വെച്ചേക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം എന്താണ് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് ആലോചിക്കാം. ഗ്രീൻ റിബൺ ക്ലബ്ബ് ലണ്ടനിലെ ഒരു പ്രധാന വിഗ്വേദി 1670കളുടെ മധ്യത്തിൽ രൂപീകരിച്ചതും അതിലെ അംഗങ്ങൾ അവരുടെ തൊപ്പികളിൽ ധരിച്ചിരിക്കുന്ന നിറങ്ങളിൽ നിന്നും വിളിക്കപ്പെടുന്നതുമാണ്. അപ്പം ചാൻസറി ലെയിനിന്റെ കിങ്സ് ഹെഡ് ആസ്ഥാനമാക്കി ഒഴിവാക്കൽ പ്രതിസന്ധിയുടെ സമയത്ത് റൗഡി മാർപ്പാപ്പയെ കത്തിക്കുന്ന ഘോഷയാത്രകളും മറ്റു പ്രകടനങ്ങളും നടത്തുന്നതിൽ ഇതൊരു പ്രധാന പങ്ക് വഹിച്ച ഒരു ക്ലബ്ബാണ്. അപ്പോൾ ഇതൊരു വേദിയാണ്, ലണ്ടനിലെ ഒരു വേദിയായിരുന്നു ഈ ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പറയുന്നത്. 1670 മധ്യത്തിലാണിത് രൂപീകരിച്ചതെന്ന് മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ലണ്ടനാണ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്നുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. മൂന്നാമത്തേതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്? 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. സൺ യാറ്റ് സെന്നിന്റെ പ്രിൻസിപ്പിളാണിത്. ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് റെവല്യൂഷൻ, 2 പ്രിൻസിപ്പിൾ ഓഫ് നാഷണലിസം, 3 പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രസി. അപ്പോൾ ഇതാണ് 3 പീപ്പിൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് പ്രിപ്പയർ ചെയ്ത ആളാരാണ്? സൺ യാറ്റ് സെൻ ആണ്. ഇതൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ലാസ്റ്റ് വൺ 10 days that shook the world എന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് 10 days that shook the world എന്ന് പറയുന്നത്? ലോകത്തെ നടുക്കിയ 10 ദിനങ്ങൾ. അത് അമേരിക്കൻ പത്രപ്രവർത്തകനും സോഷ്യലിസ്റ്റുമായ ജോൺ റീഡിന്റെ 1917 റഷ്യൻ ഒക്ടോബർ വിപ്ലവത്തെക്കുറിച്ചുള്ള നേരിട്ടുള്ള വിവരണമാണ്. അപ്പം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതൊരു ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്, പക്ഷെ അല്ല, അത് റഷ്യൻ വിപ്ലവം. അത് ഒക്ടോബർ വിപ്ലവം ഉണ്ടല്ലോ, അത് നേരിട്ടുള്ള വിവരണമാണ്. ആരെഴുതിയതാണ്? അമേരിക്കൻ പത്രപ്രവർത്തകനായ സോഷ്യലിസ്റ്റുമായ ജോൺ റീഡിന്റെ 1917 എഴുതിയ ഒരു നോവലല്ല, ഒരു ബുക്കാണ്. ഇത് നിഷ്പക്ഷവും പക്ഷപാതരഹിതവുമായ ഒരു ചരിത്ര വിവരണമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ആ 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തെറ്റായുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ എ 1, 2, 3 ശരി, 4 തെറ്റാണ്.
അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന ഏത് പ്രസ്താവന അഥവാ പ്രസ്താവനകളാണ് UNOയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത്? ഇത് ഞാൻ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്ന 12ാം ക്ലാസ്സിലെ +2 ഒരു ചാപ്റ്റർ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എക്സ്ട്രാ നോട്ട് നമ്മൾ തന്നിട്ടും ഉണ്ടായിരുന്നു. ആ ചാപ്റ്റർ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനായിട്ട് സാധിക്കുമായിരിക്കും. എങ്കിലും ഞാൻ ഓടിച്ചിട്ടൊന്ന് പറയാം. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, ദേശീയ പരമാധികാരവും വൻശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ് UNO എന്ന ആശയം നിലവിൽ വന്നത്. ബന്ധപ്പെട്ടാണ്. UNOയുടെ ലക്ഷ്യം ആർട്ടിക്കിൾ 1 എന്ന UN ചാർട്ടറിൽ നിർവചിച്ചിരിക്കുന്നു. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ UNOയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. UNO രൂപീകരിച്ചത് അന്തർദേശീയ സമാധാനവും സുരക്ഷയും മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് തെറ്റായ പ്രസ്താവന എന്നാണ് ചോദ്യം. തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം ഓപ്ഷൻ ഡി മാത്രമാണ് തെറ്റ്. അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് UNOയുടെ അല്ല. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ഓടിച്ചിട്ടൊന്ന് നോക്കാം. വിനാശകരമായ 2ാം ലോകമഹായുദ്ധത്തെ തുടർന്നിട്ട് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഭാവിയിൽ ആഗോളതലത്തിലുള്ള സംഘർഷങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് യുണൈറ്റഡ് നേഷൻ രൂപീകരിച്ചത് അല്ലേ? നമുക്കറിയാം 2ാം ലോകമഹായുദ്ധം വന്നതോട് കൂടിയിട്ട് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടാണ് യുണൈറ്റഡ് നേഷൻ രൂപീകരിച്ചത്. അത് ഫലപ്രദമല്ലാത്ത ലീഗ് ഓഫ് നേഷൻസിന്റെ പിൻഗാമിയായിരുന്നു. അപ്പോൾ ലീഗ് ഓഫ് നേഷൻ ആണ് യുണൈറ്റഡ് നേഷന്റെ മുൻഗാമി. അതിനുശേഷം അത് ഫലപ്രദമാവാത്തതുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻ രൂപീകരിച്ചത്. 50 ഗവൺമെന്റുകളുടെ പ്രതിനിധികൾ 1945 ഏപ്രിൽ 25 സാൻ ഫ്രാൻസിസ്കോയിൽ യോഗം ചേരുകയും UN ചാർട്ടർ എന്നായി മാറുകയും ചെയ്തു. അപ്പോൾ UN ചാർട്ടറിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ചാർട്ടർ 1945 ജൂൺ 25 അംഗീകരിക്കപ്പെടുകയും 1945 ഒക്ടോബർ 24 പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ചാർട്ടറിന്റെ കാര്യമാണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങൾ ചാർട്ടറിന് അനുസൃതമായി സംഘടനയുടെ ലക്ഷ്യങ്ങളിൽ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക, മനുഷ്യാവകാശം സംരക്ഷിക്കുക, മാനുഷിക സഹായം നൽകുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുക, അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കുക എന്നിവയിലൊക്കെ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പല പോയിന്റ്സും ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ? ദേശീയ പരമാധികാരവും വൻശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് UNO ആശയം നിലവിൽ വന്നു. UNO രൂപീകരിച്ചത് അന്തർദേശീയ സമാധാനവും സുരക്ഷയും മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ 2 സാധനങ്ങൾ ശരിയായി. ഇനി അടുത്ത് ഇപ്പോൾ ചാർട്ടറിൻ്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ യുണൈറ്റഡ് നേഷൻ്റെ ലക്ഷ്യം ആർട്ടിക്കിൾ 1 പറയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ്. +2 ടെക്സ്റ്റ് ബുക്ക് വൈസ് ഇത് കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് ഇതും ശരിയാണ്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ ഇക്കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. ഇപ്പോൾ സ്ഥാപക സമയത്ത് യുണൈറ്റഡ് നേഷന് 51 അംഗരാജ്യങ്ങളുണ്ടായിരുന്നു. ഈ സംഖ്യ 2011 193 വർദ്ധിക്കുകയും അങ്ങനെ ബഹുഭൂരിപക്ഷത്തെയും ലോകത്തിലുള്ള മിക്ക പരമാധികാര രാഷ്ട്രങ്ങളും ഇപ്പോൾ അംഗത്വമുണ്ട്. ഇനി ഘടന നമ്മൾ പറഞ്ഞു. പ്രധാന അവയവങ്ങളുണ്ട് അല്ലേ? യുണൈറ്റഡ് നേഷൻ്റെ പ്രധാന അവയവങ്ങളാണ്. ഒന്ന് പൊതുയോഗം, യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ, സാമ്പത്തിക സാമൂഹിക കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, UN സെക്രട്ടേറിയറ്റ്. അതുപോലെ 6ാമത്തെ പ്രധാന അവയവമായിരുന്നു ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പം ഇത് 5 എണ്ണം ഉണ്ട് കേട്ടോ. 6ാമത്തെ ഒന്ന് ട്രസ്റ്റിഷിപ്പ് കൗൺസിലായിരുന്നു. 1 നവംബർ 1994 ശേഷിക്കുന്ന UN ട്രസ്റ്റി പ്രദേശമായ പലാവുവിൻ്റെ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തനങ്ങൾ ഇപ്പം നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, നമ്മളോട് ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തെറ്റെന്ന് പറഞ്ഞ നമ്മുടെ ഒരു കാര്യമായിരുന്നു യുണൈറ്റഡ് നേഷൻ്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസി എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ നമുക്കറിയണം WTO സ്പെഷ്യലൈസ്ഡ് ഏജൻസി അല്ല എങ്കിൽ ആരൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് ഏജൻസികൾ? 17 സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ആണ് നമുക്കുള്ളത്. യുണൈറ്റഡ് നേഷൻ്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസി 17 എണ്ണം ഉണ്ട്. അപ്പം UN Charter stipulates that each primary organ of the United Nations can establish various specialized agencies to fulfill its duty. There are 17 specialized agencies. അതായത് ഇവരുടെ ഏറ്റവും പ്രാധാന്യമുള്ള 17 ഏജൻസികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കാം. 1 ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, FAO എന്ന് വിളിക്കും. റോമാണ് ഹെഡ്ക്വാർട്ടേഴ്സ്, ഇറ്റലി. 1945 നിലവിൽ വന്നു. 2 ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ, ITU എന്നറിയപ്പെടും. ജനീവ, സ്വിറ്റ്സർലൻഡിലാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. 1965 1865 രൂപീകരിച്ചു. ജോയിൻ ചെയ്തത് യുണൈറ്റഡ് നേഷനിൽ ജോയിൻ ചെയ്തത് 47 ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്, റോം, ഇറ്റലിയിലാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. 1977 രൂപീകരിച്ചു. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ജനീവ, സ്വിറ്റ്സർലൻഡാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. 1946 രൂപീകരിച്ചു.
ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ലണ്ടൻ UK-ലാണ് 1948 രൂപീകരിച്ചു. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. വാഷിംഗ്ടൺ യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. 1945 രൂപീകരിച്ചു. യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ ആൻഡ് സയന്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ UNESCO പാരീസ് ഫ്രാൻസിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. 1946 രൂപീകരിച്ചു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ജനീവ സ്വിറ്റ്സർലാൻഡാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. 1948 രൂപീകരിച്ചു. യുണൈറ്റഡ് നേഷൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ UNIDO എന്നറിയപ്പെടുന്നു. ഓസ്ട്രിയ വിയന്നയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. 66 രൂപീകരിച്ചു. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ മോൺട്രിയൽ കാനഡയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. 44 രൂപീകരിച്ചു. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ജനീവ സ്വിറ്റ്സർലാൻഡിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. 67 രൂപീകരിച്ചു. ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ഇറ്റലിയിലെ റോമിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. 77 രൂപീകരിച്ചു. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ബേൺ സ്വിറ്റ്സർലാൻഡിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. 1874 ഇത് രൂപീകരിക്കുന്നത്. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ജനീവ സ്വിറ്റ്സർലാൻഡ് 1865 രൂപീകരിച്ചു. യുണൈറ്റഡ് നേഷൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ മാഡ്രിഡ് സ്പെയിനിലെ മാഡ്രിഡിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. 74 രൂപീകരിച്ചു. വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ ജനീവ സ്വിറ്റ്സർലൻഡ് 1950 രൂപീകരിച്ചു. വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് വാഷിംഗ്ടൺ USA വാഷിംഗ്ടൺ DC-ലാണ്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് WBG എന്നറിയപ്പെടുന്നു. വാഷിംഗ്ടൺ DC USA-ലാണ് 1944 രൂപീകരിച്ചു. അപ്പം ഇങ്ങനെ 17 ഓർഗനൈസേഷനാണ്, സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷനാണ്. ഇതിനകത്ത് എവിടെയെങ്കിലും നമ്മൾ പറഞ്ഞ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നോ? സോ ഇത് തെറ്റായ ഓപ്ഷനാണ്. അതുകൊണ്ട് 1, 2, 4 ശരിയാണ്. 1, 2, 4 ശരിയാണ്. 3 തെറ്റാണ്. തെറ്റായ ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 കൂടെ അങ്ങ് പറഞ്ഞു തീർക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഇങ്ങനെ നീണ്ടു പോകത്തില്ലേ, അതുകൊണ്ട് എളുപ്പം പറഞ്ഞു തീർക്കാം. താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റിത്തെ ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിലെ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചു. ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണലായിരുന്നു. പ്രൈഡ് സ്പേർജ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഇത് ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. തെറ്റായിട്ടുള്ളതാണ് ഈ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നും ഈ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈ ടെയിലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ പറയും തൈലേ എന്നൊക്കെ പറഞ്ഞു അല്ലേ? തൈലേ എന്ന് പറയുന്ന സംഭവം, അതുകൊണ്ട് തന്നെ തിത്തെ എന്ന് പറയുന്ന സാധനവും ഗബല്ലെ നമ്മൾ കേട്ടിട്ടില്ല അല്ലേ? ഗബല്ലെ എന്ന് പറയുന്നത് നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പറയുമ്പോൾ കേട്ടിട്ടില്ല. കാരണം എന്താണ്? ടെയിലി അല്ലെങ്കിൽ തൈലേ എന്ന് പറയുന്നതും തിത്തെ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന തിത്തെ എന്ന് പറയുന്ന സാധനം അല്ലേ, തിത്തെ എന്നൊക്കെ പറയുന്നത് നികുതിയാണെങ്കിലും ഈ ഗബല്ലെ നികുതിയായിരുന്നു ഫ്രഞ്ചിലെ. പക്ഷേ അത് ഏത് കാലത്താണ്? ബിഫോർ ദി ഫ്രഞ്ച് റവല്യൂഷൻ. ഈ ഫ്രഞ്ച് റവല്യൂഷന് മുൻപ് ഉണ്ടായിരുന്ന ഒരു ടാക്സ് ആയിരുന്നു, ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഒരു ടാക്സ് ആയിരുന്നു ഗബല്ലെ എന്ന് പറയുന്നത് 1789 മുമ്പ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടെയിലി, തിത്തെ, ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കുക. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവ കാലത്തല്ല ഗബല്ലെ ഉണ്ടായിരുന്നത്, ബിഫോർ ദി ഫ്രഞ്ച് റവല്യൂഷനാണ് ഗബല്ലെ എന്ന് പറയുന്ന നികുതി ഫ്രാൻസിൽ നിലനിന്നിരുന്നത്. സോ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഏത്? 2 തെറ്റാണ്, ബാക്കി 1, 2, 4 ശരിയായ പ്രസ്താവന ആണ്. അപ്പം നമുക്കറിയാം ടെന്നീസ് കോർട്ട് ഓത്തിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം രാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരായി, ഉപരിവർഗത്തിൻ്റെ ജന്മിത്വത്തിനെതിരായും, സാമ്പത്തിക സാമൂഹ്യ അസമത്വത്തിനെതിരായും 18-ാം നൂറ്റാണ്ടിൽ, കറക്റ്റായിട്ട് പറഞ്ഞാൽ 1789 ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹ്യ കലാപമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് അല്ലേ? ഫ്രഞ്ച് വിപ്ലവം. വേഴ്സായ് കൊട്ടാരം എവിടെയായിരുന്നു? ഫ്രാൻസിലാണ്, അധികാര കേന്ദ്രമായിരുന്നു. അതുപോലെ ബോർബൻ രാജവംശമായിരുന്നു ഫ്രാൻസ് ഭരിച്ചിരുന്ന, അവരെ അറിയപ്പെടുന്ന പേരുണ്ട് അല്ലേ? ലൂയി രാജാക്കന്മാരുടെ വംശം, അതാണ് ബോർബൻ വംശം എന്ന് പറയുന്നത്. ഇവിടെ എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഫ്രഞ്ച് സമൂഹത്തെ പല എസ്റ്റേറ്റുകളായിട്ട് തരംതിരിച്ചിരുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റ്
എസ്റ്റേറ്റിൽ പുരോഹിതന്മാരും, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരും, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കച്ചവടക്കാരും, എഴുത്തുകാരും, അധ്യാപകരും, ബാങ്കർമാരും, മധ്യവർഗം, അതുപോലെ കർഷകരായിട്ടുള്ള ആൾക്കാർ, കൈത്തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഉൾപ്പെട്ടിരുന്ന ആൾക്കാരെല്ലാം എവിടെയായിരുന്നു? തേർഡ് എസ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ഇതേ സമയത്ത് തന്നെ കർഷകരിൽ നിന്നും പിരിച്ചിരുന്ന നികുതിയായിരുന്നു ഒന്നാം എസ്റ്റേറ്റ് പിരിച്ചിരുന്ന നികുതി, തിത്തേ എന്ന് പറയുന്നത് അല്ലേ, തിത്തേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൈലേ എന്ന് പറയുന്നത് എന്താണ്? സർക്കാരിന് നൽകിയിരുന്ന ഭൂനികുതിയാണ് മൂന്നാം എസ്റ്റേറ്റുകാർ തൈലേ എന്ന് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞ രാജാവാണ് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഇതൊക്കെ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം, ബാസ്റ്റിൻ ജയിലിൻ്റെ ആക്രമണം, സോഷ്യൽ കോൺട്രാക്റ്റ്, ദ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചപ്പെട്ട ഗ്രന്ഥമായിരുന്നു ദ സോഷ്യൽ കോൺട്രാക്റ്റ്. ആരാണ് എഴുതിയത്? റൂസോ ആണ് എഴുതിയത്. അതുപോലെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രൈഡ്സ് പേർജ്, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ശരിയായിട്ടുള്ള ഒന്നാണ്. പ്രൈഡ്സ് പേർജ് എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്ക് തന്നെ ആയിരുന്നു. അതുകൊണ്ട് അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ വ്യത്യാസം വന്നത് ഞാൻ പറഞ്ഞു, ഗബല്ലെ മാത്രമാണ്, ബാക്കിയെല്ലാം കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.